നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ രൂപത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ആരെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിഷ്കരുണം പരിഹസിച്ചപ്പോൾ നിങ്ങളുടെ ലോകം തന്നെ അവസാനിച്ചു എന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ നിമിഷത്തിൽ സങ്കടം കൊണ്ടോ ദേഷ്യം കൊണ്ടോ നിങ്ങളുടെ തൊണ്ട ഇടറുകയും ചുറ്റുമുള്ളവരുടെ ചിരിശബ്ദം നിങ്ങളുടെ കാതുകളിൽ ഒരു ഇടിമുഴക്കം പോലെ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? അപമാനങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിലേൽപ്പിക്കുന്ന മുറിവുകൾ വളരെ വലുതാണ്. വാളുകൊണ്ട് വെട്ടിയ മുറിവുകൾ കാലക്രമേണ മാഞ്ഞേക്കാം, എന്നാൽ വാക്കുകൾ കൊണ്ട് ഏൽപ്പിച്ച മുറിവുകൾ പലപ്പോഴും ഒരു മനുഷ്യന്റെ മരണം വരെ അവനെ വേട്ടയാടിയേക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളവരോ നമ്മളെ നോക്കിപ്പുച്ഛിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം തകർന്നുപോകുന്നത് സ്വാഭാവികമാണ്. പലരും ഇത്തരം അപമാനങ്ങൾക്ക് മുന്നിൽ തളർന്നു വീഴാറുണ്ട്. അവർ തങ്ങളുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കുന്നു, തങ്ങളെ പരിഹസിച്ചവർ പറഞ്ഞതാണ് ശരി എന്ന് വിശ്വസിച്ച് സ്വന്തം കഴിവുകളെ ഇല്ലാതാക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു അപമാനം നേരിടുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ട് മൂലക്കിരിക്കുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന, വലിയ വിജയങ്ങൾ നേടിയ പലരും തങ്ങൾക്ക് നേരിട്ട വലിയ അപമാനങ്ങളെ ഊർജ്ജമാക്കി മാറ്റിയവരാണ്. അപമാനങ്ങളെയും പരിഹാസങ്ങളെയും എങ്ങനെ നേരിടണം എന്നതിന് ഭാരതത്തിന്റെ എക്കാലത്തെയും വലിയ തന്ത്രജ്ഞനായ ചാണക്യന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ നീതിശാസ്ത്രത്തിലും വലിയ പാഠങ്ങളുണ്ട്. ചാണക്യന്റെ ജീവിതം തന്നെ ആരംഭിക്കുന്നത് ഒരു വലിയ അപമാനത്തിൽ നിന്നാണ്. നന്ദരാജവംശത്തിലെ ധനനന്ദൻ എന്ന രാജാവ് തന്റെ സദസ്സിൽ വെച്ച് ചാണക്യനെ അദ്ദേഹത്തിന്റെ രൂപത്തിന്റെ പേരിൽ കഠിനമായി അപമാനിച്ചു. സദസ്യരുടെ മുന്നിൽ വെച്ച് ഒരു ചക്രവർത്തി തന്നെ നിഷ്കരുണം പരിഹസിച്ചപ്പോൾ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്നതുപോലെ തലകുനിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനോ അല്ലെങ്കിൽ പേടിച്ച് കരയാനോ ചാണക്യൻ തയ്യാറായില്ല. പകരം ആ അപമാനത്തെ അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കി മാറ്റി. അഹങ്കാരിയായ നന്ദരാജവംശത്തെ വേരോടെ പിഴുതെറിയുമെന്ന് ശപഥം ചെയ്ത ചാണക്യൻ തന്റെ മുടി കെട്ടാതെ ആ സഭാതലത്തിൽ നിന്നിറങ്ങി. ആ അപമാനമാണ് പിന്നീട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായ മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിലേക്ക് നയിച്ചത്. ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന സാധാരണക്കാരനായ ഒരു കുട്ടിയെ കണ്ടെത്തി അവനെ പരിശീലിപ്പിച്ച് വലിയൊരു ചക്രവർത്തിയാക്കി മാറ്റാൻ ചാണക്യന് കരുത്തായത് ആ പഴയ സഭാതലത്തിൽ വെച്ച് തനിക്ക് നേരിട്ട അപമാനത്തിന്റെ തീജ്വാലകളാണ്. നിങ്ങളെ ഒരാൾ പരിഹസിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? ഒന്നുകിൽ നിങ്ങൾ അതികഠിനമായി ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെട്ട് കണ്ണീർ വാർക്കും. ഈ രണ്ട് പ്രതികരണങ്ങളും പരിഹസിക്കുന്ന വ്യക്തിക്ക് വളരെ വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. കാരണം നിങ്ങളെ പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ തളർത്തുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ അവരോട് തിരിച്ചു ചൂടാകുമ്പോൾ അവർക്ക് വീണ്ടും നിങ്ങളെ പരിഹസിക്കാനുള്ള അവസരം ലഭിക്കുന്നു. ചാണക്യൻ പറയുന്നു, ശത്രുവിന്റെ ഏറ്റവും വലിയ തോൽവി എന്നത് നമ്മുടെ മൗനമാണ്. നിങ്ങളെ അപമാനിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തമായി നിൽക്കുക. നിങ്ങളുടെ ആ ശാന്തത അവരെ കൂടുതൽ അസ്വസ്ഥരാക്കും. അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ കണ്ണീരോ കോപമോ ആണ്, എന്നാൽ നിങ്ങൾ അവർക്ക് നൽകുന്നത് വെറുമൊരു പുഞ്ചിരിയാണെങ്കിൽ അവരുടെ ലക്ഷ്യം അവിടെ പരാജയപ്പെടുകയാണ്. നിങ്ങളുടെ മൗനം അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയായി മാറുന്നു. ഈ വീഡിയോയിലെ ആശയങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ടു ലൈക്ക് ആൻഡ് കമന്റ് ഓൺ ദിസ് വീഡിയോ. ഒരു കല്ല് മനോഹരമായ ശില്പമായി മാറണമെങ്കിൽ അതിന് ഉളിയുടെ അനേകം കഠിനമായ പ്രഹരങ്ങൾ ഏൽക്കേണ്ടതുണ്ട്. ഉളിയുടെ പ്രഹരങ്ങളെ വേദനകളായി മാത്രം കണ്ട് ആ കല്ല് പൊട്ടിത്തകർന്നാൽ അതിനൊരിക്കലും വിലമതിക്കാനാവാത്തൊരു ശില്പമായി മാറാൻ കഴിയില്ല. നിങ്ങളെ പരിഹസിക്കുന്ന ഓരോ വാക്കുകളെയും നിങ്ങൾ മനസ്സിൽ ആഴത്തിൽ കുറിച്ചു വയ്ക്കുക. അവർ നിങ്ങളുടെ കഴിവിനെയാണോ പരിഹസിച്ചത്? നിങ്ങളുടെ രൂപത്തെയാണോ? നിങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാടിനെയാണോ? നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വലിപ്പത്തെയാണോ? അത് എന്തുതന്നെയായാലും ആ പരിഹാസങ്ങളെ ഒരു ഇന്ധനമായി മാറ്റുക. ഒരു വാഹനത്തിന് മുന്നോട്ട് കുതിക്കാൻ എങ്ങനെയാണോ ഇന്ധനം ആവശ്യമുള്ളത്, അതുപോലെ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ മുന്നോട്ട് കുതിക്കാൻ പ്രേരിപ്പിക്കുന്ന അഗ്നിയായി ഈ അപമാനങ്ങളെ മാറ്റുക. നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞാലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ പരിഹാസവാക്കുകൾ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങണം. അത് നിങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകും. മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുമ്പോൾ തളർന്നു പോകരുത്. ആ അപമാനങ്ങളെ ഒരു പാഠമായി ഉൾക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ കരുത്തോടെ നടക്കുക. നിങ്ങളെ പരിഹസിക്കുന്നവരോട് വാക്കുകൾ കൊണ്ടല്ല മറുപടി പറയേണ്ടത്, മറിച്ച് നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടാണ്. നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ വിജയമായിരിക്കണം. നിങ്ങൾ നിങ്ങളെത്തന്നെ കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങളുടെ കഴിവുകളെ രാഗിമിനുക്കുക. ഓരോ ദിവസവും കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച ഒരാളായി മാറാൻ ശ്രമിക്കുക. പ്രതികാരം ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗം അവരെക്കാൾ വലിയവരായി മാറുക എന്നതുതന്നെയാണ്. നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ അവരോട് തർക്കിക്കാനോ അവരെ തിരികെ ഉപദ്രവിക്കാനോ ചിലവഴിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നശിപ്പിക്കുന്നത്. പകരം ആ സമയം സ്വന്തം വളർച്ചയ്ക്കായി ഉപയോഗിക്കുക. നിങ്ങളെ നിരന്തരം പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ജീവിതം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്കൊരു വലിയ സത്യം മനസ്സിലാകും. അവർ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവരായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിജയം കാണുമ്പോൾ കടുത്ത അസൂയ അനുഭവിക്കുന്നവരായിരിക്കും.
തങ്ങൾക്ക് നേടാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ നേടാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അവരെ മാനസികമായി തളർത്തുക എന്നതുമാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ടുതന്നെ അത്തരം ആളുകളുടെ വാക്കുകൾക്ക് നിങ്ങൾ എന്തിനാണ് വില കൊടുക്കുന്നത്? അർഹതയില്ലാത്ത ആളുകൾ പറയുന്ന വാക്കുകൾ കേട്ട് നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം നശിപ്പിക്കാതിരിക്കുക. ഒരു കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും താഴെയുള്ള ചെറിയ പക്ഷികളുടെ ചിലക്കലുകൾ അതിനെ ബാധിക്കാറില്ല. നിങ്ങളും ആ കഴുകനെപ്പോലെ ചിറകുകൾ വിരിച്ച് ഉയരങ്ങളിലേക്ക് പറക്കാൻ ലക്ഷ്യമിടുന്നവരാണ്. താഴെ നിന്ന് നിങ്ങളെ നോക്കി കുരയ്ക്കുന്നവരോട് പ്രതികരിക്കാൻ നിന്നാൽ നിങ്ങളുടെ യാത്ര വൈകും. ജീവിതത്തിൽ നാം നേരിടുന്ന ഓരോ അപമാനവും പ്രകൃതി നമുക്ക് നൽകുന്ന ഓരോ പരീക്ഷണങ്ങളാണ്. നമ്മുടെ മനസ്സിന്റെ കരുത്ത് എത്രത്തോളമുണ്ടെന്ന് അളക്കാനുള്ള പരീക്ഷണങ്ങൾ. സ്വർണം തീയിലിട്ട് ഉരുക്കുമ്പോഴാണ് അതിന്റെ തനിനിറം പുറത്തുവരികയും തിളക്കം വർദ്ധിക്കുകയും ചെയ്യുന്നത്. സമാനമായി അപമാനങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നുപോകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ വ്യക്തിത്വം രൂപപ്പെടുന്നത്. നമ്മളെ പരിഹസിക്കുന്നവർ യഥാർത്ഥത്തിൽ നമുക്കൊരു വലിയ ഉപകാരമാണ് ചെയ്യുന്നത്. അവർ നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളെ കൂടുതൽ ജാഗരൂകരാക്കുന്നു. എല്ലാറ്റിനുമുപരി വിജയിക്കണം എന്ന വാശി നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നു. നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളെ പരിഹസിച്ചവർ തന്നെ നിങ്ങളെ അഭിനന്ദിക്കാൻ നിർബന്ധിതരാകും. ഇത് ലോകത്തിന്റെ ഒരു പ്രകൃതമാണ്. ഇന്ന് നിങ്ങളെ കല്ലെറിയുന്നവർ നാളെ നിങ്ങൾ വലിയൊരു നിലയിലെത്തുമ്പോൾ അതേ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് പൂക്കൾ നൽകാൻ കാത്തുനിൽക്കും. അന്ന് നിങ്ങളുടെ രൂപത്തെ കളിയാക്കിയവർ നിങ്ങളുടെ വ്യക്തിത്വത്തെ വാഴ്ത്തും. നിങ്ങളുടെ ദാരിദ്ര്യത്തെ പരിഹസിച്ചവർ നിങ്ങളുടെ വിജയഗാഥകൾ മറ്റുള്ളവരോട് അഭിമാനത്തോടെ പറയും. അന്ന് നിങ്ങൾ വിലയില്ലാത്തവനാണെന്ന് പറഞ്ഞവർ നിങ്ങൾക്കൊപ്പമുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വരി നിൽക്കും. ഇതാണ് വിജയത്തിന്റെ മധുരം. ഇതാണ് യഥാർത്ഥ പ്രതികാരം. ചാണക്യന്റെ നീതിശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. വൈകാരികമായി പ്രതികരിക്കാതെ ബുദ്ധിപരമായി പ്രവർത്തിക്കുക. അപമാനങ്ങളെ ആയുധമാക്കുക. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒരാൾ നമ്മളെ അപമാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരവിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിലെ പകുതി പ്രശ്നങ്ങളും നമ്മൾ ജയിച്ചു കഴിഞ്ഞു. ധ്യാനത്തിലൂടെയും നിരന്തരമായ വായനയിലൂടെയും നല്ല ആളുകളുമായുള്ള സംസർഗത്തിലൂടെയും മനസ്സിനെ പാകപ്പെടുത്തുക. നമ്മുടെ ലക്ഷ്യം കൃത്യമാണെങ്കിൽ വഴിയിലെ ചെറിയ കല്ലുകടികൾ നമ്മളെ ഒരിക്കലും അലട്ടില്ല. മഹാത്മാഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ വല്ലാതെ അപമാനിച്ചു. ആ അപമാനമാണ് പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് തന്നെ പുതിയൊരു മുഖം നൽകിയത്. അവർ അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം അവരെ രാജ്യത്തുനിന്ന് തന്നെ പുറത്താക്കി. ഇതാണ് ലക്ഷ്യബോധമുള്ള ഒരു മനുഷ്യന്റെ രീതി. അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങളെ പരിഹസിച്ചാൽ തളർന്നിരിക്കരുത്. തലയുയർത്തി നിൽക്കുക. ഉള്ളിലെ സങ്കടം കണ്ണീരായി പുറത്തേക്ക് വരാൻ ശ്രമിച്ചാൽ അതിനെ ഉള്ളിലേക്ക് തന്നെ തിരികെ വിടുക. ആ കണ്ണീരിനെ വാശിയായി മാറ്റുക. ചാണക്യനെപ്പോലെ സ്വന്തം ലക്ഷ്യത്തിനായി ഉറച്ചു നിൽക്കുക. നിങ്ങൾ ഒരു ദിവസം തീർച്ചയായും വിജയിക്കും. അന്ന് ലോകം നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ കാത്തുനിൽക്കും. നിങ്ങളുടെ വിജയം ഒരു കൊടുങ്കാറ്റായി മാറി നിങ്ങളെ പരിഹസിച്ചവരുടെ അഹങ്കാരത്തെ തുടച്ചു നീക്കും.